ഗൈസ്, വെൽക്കം ടു ഫാരിസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ അക്കൗണ്ടിലെ ആദ്യത്തെ വ്ളോഗാണ്. വേറെ ഒന്നുകൊണ്ട് വന്നല്ല, എൻ്റെ അക്കൗണ്ടിലെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാനും അതേപോലെ തന്നെ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് വേറെ അങ്ങോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കോങ്ങാട് നമ്മളെ അമ്മയുടെ ഒരു പാർക്കുണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്, ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ അതന്നെ ഫസ്റ്റ് വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്ളോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതിപ്പോൾ എല്ലാ വ്ളോഗേഴ്സിനും ഒരു ഇതിൽ പറ്റുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളായി കാണാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അക്കൗണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ്, അത് മാത്രമല്ല, ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് സംസാരിക്കാൻ ചെറിയൊരു ഇതുണ്ട്. എല്ലാവരും ക്ഷമിക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ റെഡിയായി വരും. ഇനി വ്ളോഗുകളൊക്കെ വരും, പതുക്കെ റെഡിയായി വരും. പിന്നെ ഞാൻ മാത്രമല്ല ഇതിന് കോങ്ങാടേക്ക് പോണത്. എൻ്റെ അമ്മയുടെ കുട്ടിയും കൂടി ഉണ്ട്, അർഷാദ് എന്ന് പറയും എൻ്റെ പേര്. വേറെ ഒരാളുണ്ട് നമ്മളിപ്പം, ഒരു വ്ളോഗറാണ്, അഫ്നാൻ എന്നാണ് പേര്. ഓന് കോഴിക്കോടാണ്. അപ്പോൾ ഓനുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് അടിപൊളിയാക്കി വരുന്നു. ഓനുണ്ടെങ്കിൽ വൈബാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ബസ് കിട്ടിയൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ടൈം ആകും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഈ തോന്നിയൊക്കെ വിളിച്ച് പറയണത്. ഓരോന്നും എന്തൊക്കെ പറയണ്ടേ ഞാൻ, പക്ഷേ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല പറയാം. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. പതുക്കെ റെഡിയാവും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു ഇത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി കിടക്കണം. ഓക്കെ, അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തിക്കണം. ഇത് ബസ് കയറണം. പിന്നെ ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിക്കും ഇതിനൊക്കെ ചെറിയൊരു പ്രശ്നമാണ്. അത് സാധാ ഫോണായതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ എടുക്കുന്നുണ്ട്, അതിലിപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. പുതിയൊരു ഫോൺ എടുക്കണമെന്നുണ്ട്, 10 മാസമായിട്ട് എടുക്കണമെന്നുണ്ട്. അതിൽ നമുക്ക് റെഡിയാക്കാം, നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടതെന്ന് മനസ്സിലായി, എന്താ പറയേണ്ടത് കിട്ടുന്നില്ല, കണ്ടന്റ് കിട്ടുന്നില്ല. ചൂരോട്ടിൽ നിന്ന് ബസ് കയറി ഇപ്പോൾ നോട്ടമ്മല വന്നിറങ്ങി, അമ്മായിൻ്റെ കൂടെ വന്നിറങ്ങി. ഇത് വേറെ അമ്മായി കേട്ടോ, കോങ്ങാടുള്ള അമ്മായില്ല. നോട്ടമ്മല വന്നിറങ്ങി. ഇനി ഇവിടുന്ന് വാവനെ കൂട്ടിയിട്ട് വേണം പോകാൻ. ഓൻ്റെ അവിടുന്ന് ഡ്രസ്സ് മാറി ഓനെ കൂട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഒരു ടൈം ആവും ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് അവിടെ എത്തണം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് പാർക്കിൽ എത്തിയിട്ട് എത്തുന്നതിന് മുമ്പുള്ളതും നമുക്ക് പോകണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കാണാം. അപ്പോൾ അമ്മായിനോട് എത്താനായി. ഞാൻ അവിടുന്ന് ഒക്കെ മാറ്റിയിട്ട് പോവും. അപ്പം ഇനി പോകണ വഴിക്കുള്ള വിശേഷങ്ങളും അവിടെ പാർക്കിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളും പാർക്കും കാര്യങ്ങളും അവിടെയൊക്കെ നമുക്ക് ചുറ്റി കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഹലോ, അപ്പോൾ അമ്മേൻ്റെ കൂടെ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ ഇവിടെ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് കോങ്ങാട് ബസ് എത്തിയിട്ടില്ല, ബസ്സിൽ വെയിറ്റിങ്ങിലാണ്. വാവനെ കിട്ടിയിരിക്കണം നമുക്ക്, പക്ഷേ വാവക്ക് ഇത് വീഡിയോക്ക് വരാൻ മടി, അതുകൊണ്ട് തന്നെ പെടുത്താത്ത. എന്തായാലും ഇനി പോകണ വഴിക്ക് കാണാം. ഓക്കെ, അത് ഗൈസ്, അപ്പോൾ നമ്മൾ കോങ്ങാടെത്തി. കോങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം അവിടെ പാർക്കൊക്കെ എത്താൻ. പിന്നെ ഇവിടുന്ന് പാർക്ക് ഓട്ടോറിക്ഷ കിട്ടോക്കട്ടെ കേട്ടോ. ഇതുവരെ അറിയാത്ത
ഫ്രണ്ട്സ് നീണ്ടിപ്പാറ പാർക്ക് ഓട്ടർഷെട്ടി പൂവാപ്പഞ്ഞ്. ഹലോ ഗൈസ്, അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമങ്ങൾക്ക് ശേഷം ഉച്ചക്ക് വന്നതാണ് ഇവിടെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ വീണിരുന്നു. റെസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ പാർക്കൊക്കെ എത്തിക്കണു. കടലേക്ക് വാങ്ങിക്കണു. കടലൊക്കെ തിന്ന് പാർക്കിൽ പോകണം. അതാണ് പാർക്ക്. പാർക്ക് പാർക്കിൻ്റെ ഉള്ളിൽ വാങ്ങി കേട്ടോ. ഇതാണിപ്പോൾ പാർക്കിൻ്റെ ഉൾഭാഗം. ഇതാണ് കേട്ടോ അപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലത്തെ മെറ്റീരിയൽസൊക്കെ. കുറിച്ച് കയറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, പഞ്ചിങ് ബാഗ് എല്ലാം ഉണ്ട്. വേറൊരു ഹൈലൈറ്റ് സാധനം ഉണ്ട് ഇവിടെ, ഒരു ഊഞ്ഞാൽ. ഇവിടെ വേറൊരു ഹൈലൈറ്റ് സാധനം ഉണ്ട്, ഊഞ്ഞാൽ. അതിന്മേൽ കയറിയൊരു അടിപൊളിയാണ്. തിന്നൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് തന്നെ വരും. അതിന് മുമ്പ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി വെക്കാം. ഓക്കെ, ഗ്ലാസ് ബ്രിഡ്ജിൽ ചെരുപ്പിടാതെ കയറാറില്ല, ചൂടാണ്. ഉണ്ടോ ഗ്ലാസ് ബ്രിഡ്ജ്? ഗ്ലാസ് ബ്രിഡ്ജ് മേനുള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. സംഭവം ചെറുതാണ്, പക്ഷെ എന്നാലും നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ അടിയിലേക്കുള്ള ഭാഗം ഇതാണ് ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ. കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഊഞ്ഞാലാണ്. ഇവിടെ മറ്റേ സ്വിമ്മിങ് പൂള്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. വാവ നടന്നു വരുന്നു. അപ്പോഴേ ഇനി നമുക്ക് കുറച്ച് റൈഡിലൊക്കെ കയറാണ്ട്. അതിന് 2-3 ആൾക്കാരും കൂടി എത്താണ്ട്. അവരൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ച് റൈഡിലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ കയറണം. നമുക്ക് അത് കയറിയിട്ട് സെറ്റാക്കാം. ഓക്കെ, താഴത്തേക്ക് ഇറങ്ങി, മേലെ താഴത്തേക്ക് ഇറങ്ങിക്കാണ്. ഇവിടെ വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാലിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. കയറാൻ പോകണ ഊഞ്ഞാൽ സീനാണ്, സാധനം സീനാണ്. നല്ല ഹൈറ്റ് പോവും. അത്ര ഹൈറ്റ് കൊണ്ടുപോയിട്ട് നേരെ താത്തും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ നമ്മളെ വ്ളോഗിൽ നമുക്ക് അതിൻ്റെ വൈൻഡപ്പ് വീഡിയോ ഒന്നും നടത്താൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പാർക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണിച്ചിട്ട് പിന്നെ അത് നിർത്തുകയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് തിരിച്ച് പോരാനുള്ള സമയത്തുള്ളതും അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റൊക്കെ വെച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അതുകൊണ്ടാണ് ഇന്നലെ വൈൻഡപ്പ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ വന്നത്. അപ്പോൾ നമ്മൾ വ്ളോഗുകളൊക്കെ ഇനിയും വരും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരു ഫോൺ വാങ്ങിയിട്ട് വേണം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.